Hi, hello, welcome to another video of Campus Search. അപ്പോൾ ഇത് കാണുന്ന പലരും എൻട്രൻസ് എക്സാമിനൊക്കെ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്ലാനിലായിരിക്കും അല്ലേ? എങ്കിൽ നിങ്ങൾക്ക് വേണ്ടുന്ന കുറച്ച് ടിപ്സ് ആൻഡ് ട്രിക്സ് ആയിട്ടാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ വന്നിരിക്കുന്നത്. കുറേ പേർക്കുള്ള സംശയമാണ്, അല്ലെങ്കിൽ എൻട്രൻസ് എക്സാം എന്നൊക്കെ പറയുമ്പോൾ കുറേ പേർക്ക് ഒരു പേടി ഉണ്ടാവും. ഈശ്വരൻ ഞാനിതെങ്ങനെ അറ്റൻഡ് ചെയ്യും, ഇത് പാടായിരിക്കും, എനിക്ക് കിട്ടും, അങ്ങനെയുള്ള കുറേ കൺഫ്യൂഷൻസ് നിങ്ങൾക്ക് ഉണ്ടാവും. സോ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോ. സോ ഫസ്റ്റ് ടിപ്പ് എന്ന് പറയുന്നത് അണ്ടർസ്റ്റാൻഡ് ദി എക്സാം പാറ്റേൺ. നിങ്ങൾ ഏത് എൻട്രൻസ് എക്സാം ആണോ എഴുതാൻ പോകുന്നത് അതിൻ്റെ ബേസിസിലുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒക്കെ കളക്ട് ചെയ്യുക. ഇപ്പോൾ ഒത്തിരി റിസോഴ്സസ് ഒക്കെ അവൈലബിൾ ആണ്, ഗൈഡും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. അപ്പോൾ അവിടെ നിന്ന് പോയിട്ട് ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ പാറ്റേൺ എങ്ങനെയാണ്, എക്സാം പാറ്റേൺ എങ്ങനെയാണെന്ന് മനസ്സിലാക്കണം. എത്ര ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഉണ്ടാവുക, എത്ര സെക്ഷൻസ് ആണ്, മാർക്കിംഗ് സ്കീം എങ്ങനെയാണെന്നൊക്കെ മനസ്സിലാക്കിയിരിക്കുക. എന്നാൽ മാത്രമാണ് നിങ്ങൾക്ക് ഇനി ഒരു സ്ട്രാറ്റജി എങ്ങനെ ക്രിയേറ്റ് ചെയ്യണം, ഒരു സ്റ്റഡി പാറ്റേൺ ക്രിയേറ്റ് ചെയ്യുന്നുള്ള അടുത്ത സ്റ്റെപ്പിലോട്ട് നമുക്ക് പോകാൻ പറ്റുള്ളൂ. സോ രണ്ടാമത്തെ ടിപ്പ് എന്ന് പറയുന്നത് ക്രിയേറ്റ് എ സ്റ്റഡി ഷെഡ്യൂൾ. സിലബസും ക്വസ്റ്റ്യൻ പേപ്പർ പാറ്റേണും ഒക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾ ഇനി ഒരു ഷെഡ്യൂൾ, ഒരു ടൈം ടേബിൾ പോലെ നിങ്ങൾ ക്രിയേറ്റ് ചെയ്യണം. സോ നിങ്ങളൊരു സ്റ്റഡി ഷെഡ്യൂൾ ക്രിയേറ്റ് ചെയ്തതിനാൽ അതിന് ടൈം ഡിവൈഡ് ചെയ്തിരിക്കുന്നതൊക്കെ നിങ്ങൾക്ക് ഏതാണോ ഒരു ഡിഫിക്കൽട്ട് പാർട്ടായിട്ട് തോന്നുന്നത് അതിന് കൂടുതൽ ടൈം അലോക്കേറ്റ് ചെയ്യുന്ന രീതിയിലായിരിക്കണം നമ്മളൊരു സ്റ്റഡി പ്ലാൻ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ചെയ്യേണ്ടത്. അതുപോലെ നിങ്ങൾക്ക് റിവിഷനൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു ടൈം അതൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് എങ്ങനെയാണോ ഓരോരുത്തർക്കും പഠിക്കുന്ന രീതി, പഠിക്കുന്ന സമയമൊക്കെ ഡിഫറെൻ്റ് ആണല്ലോ. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾക്ക് എത്ര ടൈം വേണം ഒരു പോർഷൻ കവർ ചെയ്യാനൊക്കെ നോക്കിയിട്ട് നിങ്ങളൊരു സ്റ്റഡി പാറ്റേൺ ക്രിയേറ്റ് ചെയ്യുക. സോ അതിനുശേഷം മൂന്നാമത്തെ ടിപ്പ് എന്ന് പറയുന്നത് ഗ്യാദർ ഓൾ ദി സ്റ്റഡി മെറ്റീരിയൽസ്. അതായത് നിങ്ങളിപ്പം എല്ലാം സെറ്റാക്കി സിലബസ് ഒക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഇനി അതിന് റിക്വയർഡ് ആയിട്ടുള്ള ടോപ്പിക്സിൻ്റെ നോട്ട്സ്, ക്വസ്റ്റ്യൻ പേപ്പേഴ്സ്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എല്ലാം നിങ്ങൾ കളക്ട് ചെയ്യണം. റെഫറൻസസ് ഫുൾ നിങ്ങൾ കളക്ട് ചെയ്യണം. അപ്പോൾ നിങ്ങൾക്ക് ഓൺലൈൻ നോക്കി മീൻസ് സ്ക്രീനിൽ നോക്കി ഇങ്ങനെ പഠിക്കാൻ പാടുള്ള ആളാണെങ്കിൽ അതിൻ്റെയൊക്കെ കോപ്പി കാര്യങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ട് വേണം നിങ്ങൾ പഠിക്കാൻ തുടങ്ങേണ്ടത്. സോ ഗ്യാദർ ഓൾ ദി സ്റ്റഡി മെറ്റീരിയൽസ്. സോ നാലാമത്തെ ടിപ്പ് എന്ന് പറയുന്നത് പ്രാക്ടീസ് മോക്ക് ടെസ്റ്റ്. അതായത് നിങ്ങൾ ഒരു ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ എടുത്ത് കളക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ സത്യസന്ധമായിട്ട് നിങ്ങൾ എങ്ങനെയാണോ എൻട്രൻസ് എക്സാം അറ്റൻഡ് ചെയ്യാൻ പോകുന്നത് അതിൻ്റെ ഒരു മോക്കായിട്ട് നിങ്ങൾ ആ എക്സാം അറ്റൻഡ് ചെയ്യുക. കളത്തിലൊന്നും കാണിക്കാതെ അതേ ടൈം എടുത്ത് കോപ്പിയൊന്നും അടിക്കാതെ സ്വന്തമായിട്ട് നമ്മൾ സത്യസന്ധമായിട്ട് അത് ചെയ്യണം. അപ്പോൾ നിങ്ങൾക്ക് അതിനെ സ്വന്തമായിട്ട് ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ ഏതാണ് നിങ്ങളുടെ വീക്ക് ഏരിയാസ് എന്നൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവും. സോ അതൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതനുസരിച്ച് റിവിഷൻ പീരിയഡിലും ബാക്കി ടൈമിലും ഒക്കെ നിങ്ങൾക്ക് നിങ്ങൾ വീക്കായിട്ടുള്ള ഏരിയാസിൽ നിങ്ങൾക്ക് വർക്ക് ചെയ്യാൻ പറ്റും. സോ ലാസ്റ്റ് ഫിഫ്ത്ത് ടിപ്പ് എന്താണെന്ന് വെച്ചാൽ സ്റ്റേ മോട്ടിവേറ്റഡ്. എൻട്രൻസ് എക്സാമൊക്കെ വരുമ്പോൾ കുറേ പേർക്ക് ഭയങ്കരമായിട്ടുള്ള ആദ്യം കയറും, സ്ട്രെസ് ഉണ്ടാവും. അങ്ങനെ സ്ട്രെസ് അടിച്ചെടുത്താൽ ഒന്നും പഠിക്കാൻ പറ്റത്തില്ല. സോ ഓർഗനൈസ്ഡ് ആയിട്ട് ഒരു പോസിറ്റീവ് എനർജി ഒക്കെ വേണം. നിങ്ങൾ പഠിക്കുന്ന സ്ഥലത്ത് എന്തെങ്കിലും കോഴ്സോ കാര്യങ്ങളൊക്കെ വെക്കുക, പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ പഠിക്കുന്നതിൽ ഫോക്കസ് ചെയ്യുക, മൈൻഡ് റിലാക്സ് ആക്കി വെക്കുക. അതേപോലെ എക്സസൈസ് ചെയ്യാനൊക്കെ ടൈം എടുക്കുക, ബ്രേക്ക് എടുക്കുക, ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ ഇതിൻ്റെ ഇടയ്ക്ക് ചെയ്യുക. അങ്ങനെ സ്ട്രെസ്സൊക്കെ കുറച്ച് ചെയ്താൽ മാത്രമാണ്, ഒരു മോട്ടിവേറ്റഡ് ആയിട്ടിരുന്നാൽ മാത്രമാണ് നിങ്ങൾക്ക് എൻട്രൻസ് എക്സാമൊക്കെ നല്ല രീതിയിൽ അറ്റൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാണ്ട് ഭയങ്കരമായിട്ട് സ്ട്രെസ് അടിച്ച് ഇതെങ്ങനെയാവും എപ്പോഴും ആദ്യം പിടിച്ച് കിടന്നാൽ നിങ്ങൾ പഠിച്ചത് ഉള്ളതും കൂടി നിങ്ങൾ മറന്നു പോകും. അപ്പോൾ മോട്ടിവേറ്റഡ് ആയിട്ടിരിക്കുക. അതാണ് ലാസ്റ്റ് ടിപ്പ് എന്ന് പറയുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് എങ്ങനെ എൻട്രൻസ് എക്സാമിനൊക്കെ പ്രിപ്പയർ ചെയ്യാമെന്നുള്ള കുറച്ച് ഐഡിയാസ് ഒക്കെ കിട്ടിയിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. സോ ഇതുപോലുള്ള ഏതെങ്കിലും വീഡിയോസ്, ഏതെങ്കിലും ടോപ്പിക്ക് കവർ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻസിൽ പറയുക, നമ്മൾ ഷുവർ ആയിട്ടും ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇതുപോലുള്ള കൂടുതൽ ഇൻഫോർമേറ്റീവ് വീഡിയോസിനായിട്ട് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുവരേക്കും ദിസ് ഇസ് മീ കാഞ്ചന സൈനിങ് ഓഫ്. ബൈ.